ഇതൊരു പ്രത്യേകതര ഓറഞ്ച് കളറാണ് കേട്ടോ. നിങ്ങൾ എന്ത് മേടിച്ചാലും നമ്മളെ മനസ്സിൽ ഓടിയെത്തണം. നമ്മുടെ കയ്യിൽ ദോസ്ത് ഉണ്ട്, സൂപ്പർവൈസ് ഉണ്ട്, പിന്നെ കവറിംഗ് ബോഡി വെഹിക്കിൾസ് ഉണ്ട്, പിന്നെ വെള്ളി മൂങ്ങ ഉണ്ട്, ജീത്തോ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എല്ലാം ഈ 407 വരെയുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എല്ലാം ഉണ്ട്. കാർ ഐറ്റംസ് എല്ലാം പുട്ടിയൊക്കെ പിടിച്ച് നല്ല കഴുകി കുട്ടപ്പനൊക്കെ ഇട്ട് ഭാഗമൊക്കെ നല്ലോണം സർവീസ് ചെയ്ത് നല്ല കഴുകി നല്ല സൂപ്പറാക്കി ഇട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇനി പെയിൻറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇതേപോലെ നമ്മൾ ഈ ഒരു ചെറിയൊരു സാധനത്തിൻ്റെ പെയിൻറ്റിങ് വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആ ടിപ്പറും ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ ഒരു വണ്ടിയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുക. ഈ ഒരു വണ്ടി പെയിൻറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കാശിനോട്. അതേപടി ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് അടിക്കുമല്ലോ അല്ലേ? വീട്ടിൽ കൊണ്ടുപോകാം. എല്ലാം ഓർക്കണം. ആ ഓർക്കണം കൂട്ടും മാലയ്ക്ക് അത് കഴിവിടുന്ന ആവശ്യമാണോ? അവനെ അമ്പലങ്ങൾ പിടിക്കണം. നമ്മുടെ വണ്ടി ഇപ്പോൾ അകത്തോട്ട് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ജസ്റ്റ് പെയിൻറ്റ് ചെയ്യുന്നതും എപ്പോഴും കാണിക്കുന്നതിനേക്കാളും ബെറ്റർ എനിക്കൊന്ന് കഴിഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ബാക്കി
പെയിൻറ്റ് ചെയ്യുന്ന വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടി ഞാൻ ഇതുവരെ പെയിൻറ്റ് ചെയ്തൊന്നും ഫുള്ള് കാണിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മാസ്ക് ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഇതിന് ടാറ്റ മാജിക് എന്നൊക്കെ കണ്ടാ പറയുന്നത്. ഇതിന് സാധാരണ നമ്മൾ വെള്ളി മൂങ്ങ എന്നൊക്കെ പറയാറുണ്ട് ഈ വണ്ടിക്ക്. നമ്മൾ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇവിടേക്ക് ഒരു ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളും മാസ്ക് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. വേണ്ട, ഫുൾ മാസ്കിങ് ആണ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം ഫുൾ മാസ്കിങ് ആണ്. പിന്നെ ഇതൊരു പ്രത്യേകത ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതിൻ്റെ നമുക്ക് അടിക്കുമ്പോൾ നോക്കാം, ഒരു പ്രത്യേക ഓറഞ്ച് കളറാണ്. പിന്നെ ബാക്കി നമ്മൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ കാര്യങ്ങളും കൂളൻ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം ഇച്ചിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് മൊത്തത്തിലൊരു ചേസ് ബെൻഡായിട്ടുള്ളൊരു ബോഡി തന്നെയാണ് കേട്ടോ. ഇത് കൂടുതൽ എനിക്കറിയത്തില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഇവിടെയൊക്കെ ഗിയർ ബോക്സിൻ്റെ ഗിയറിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതൊരു സൈഡ് ഡോറൊക്കെ ആയിട്ട് വരുന്ന സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു പെട്രോൾ ടാങ്ക് കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫിനിഷായിട്ട് തന്നെ കുട്ടിയൊക്കെ ഇട്ട് നല്ല ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെയൊക്കെ മാസ്ക്. ഇത് പെയിൻറ്റ് ചെയ്തതാണോ? ഇത് പെയിൻറ്റ് ചെയ്തതാണോ? സ്പ്രേ പെയിൻറ്റിങ് പോലത്തെ സംഭവമാണോ ചെയ്തത്? നമുക്ക് നോക്കാം ബാക്കിയുള്ളത്. മൊത്തത്തിൽ എപ്പോഴും ഈ പെയിൻറ്റിങ് വീഡിയോസ് കണ്ട് മടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം കേട്ടോ. വേറെ ഏതെങ്കിലും വണ്ടികളെ സംബന്ധമായിട്ടുള്ള വേറെ ഐറ്റംസാണ് ഞാൻ ഇടാനായിട്ട് നോക്കാം. നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറൈറ്റീസ് വണ്ടികളായിരിക്കും മൊത്തത്തിൽ ചെയ്യുന്നത്. അല്ലാതെ ഒരെണ്ണം തന്നെ ചെയ്ത് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ എനിക്കും താല്പര്യമില്ല. അപ്പോൾ ഇതൊരു പുതുമയായിട്ട് തോന്നി. ഇതേപോലത്തെ വണ്ടി ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പെയിൻറ്റിങ് വീഡിയോസിൽ ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആശാനോട് തന്നെ ചോദിക്കാം കേട്ടോ. അത് ഞാൻ പറയാം. പിന്നെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ എത്ര രൂപ വരും, കോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരുമെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്യാനുള്ള സമയത്ത് കഴിഞ്ഞിട്ടോ നമുക്ക് നോക്കാം. നല്ല നമ്മുടെ നിങ്ങൾ എന്ത് മേടിച്ചാലും നമ്മളെ മനസ്സിൽ ഓടിക്കണം. അതുപോലെ എന്തെങ്കിലും നാളെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകണം, അപ്പൊ ആശാൻ വിളിച്ചത് അങ്ങനെ വേണം. നമുക്ക് പോണ്ടേ, നമുക്ക് ഒന്നുകൂടാക്കടെ ഒന്ന് ആസ്വദിച്ചെന്ന്. അതെന്താ എന്നിട്ട് പിന്നെ ഇത്ര തിരക്കെന്താ? ചേട്ടാ, എൻ്റെ പേര് ബാൽഷ. ചേട്ടന് ഇത് ഞാൻ
ഞാനിവിടെ കൊണ്ടുവന്നപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയാണല്ലേ? അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ സെക്കൻഡ് സൈഡിൽ ഉണ്ടോ പരിപാടി? മണ്ണഞ്ചേരിയിലെ ഷോറൂമുണ്ട്. ഓക്കെ. ഓൾമോസ്റ്റ് നമ്മൾ ഇത് എത്ര രൂപ കൊടുത്ത് എടുത്തത്? ഇതിപ്പോൾ നമ്മളൊരു 2.5 അങ്ങനെ 2.5 സെക്കൻഡ് എടുത്തു. അപ്പോൾ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് എത്ര റേറ്റ് ഉണ്ടാവും? ഇപ്പോൾ ഒരു 15 രൂപ ആയിട്ടുണ്ട്. 15 രൂപയായിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സെക്കൻഡ് സൈഡിൽ ചെയ്യുന്നതല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ നമ്മൾ അവിടെ എന്തൊക്കെ വണ്ടികളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ? അവിടെ നമ്മുടെ കയ്യിൽ ദോസ്ത് ഉണ്ട്, സൂപ്പർവൈസ് ഉണ്ട്, പിന്നെ കവറിംഗ് ബോഡി വെഹിക്കിൾസ് ഉണ്ട്, പിന്നെ വെള്ളി മൂങ്ങ ഉണ്ട്, ജീത്തോ ഉണ്ട്. നമുക്ക് അത്യാവശ്യം എല്ലാം ഈ 407 വരെയുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എല്ലാം ഉണ്ട്. കാർ ഐറ്റംസ് കുറവാണ്. കാർ ഐറ്റംസ് കുറവാണല്ലേ? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ദിവസം വന്നിട്ട് അവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഏട്ടാ. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് കൊണ്ടുപോവാണ്. ജസ്റ്റ് നമുക്ക് നോക്കാം. വണ്ടി പോവുക കേട്ടോ. പരിപാടി എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വണ്ടി പോവുക.